സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ മറുതീരം തേടി. ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് നയോമി ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവരെ കണ്ടത്. ഹായ് നയോമി, ജിൻസൺ കൈ പൊക്കി അഭിവാദ്യം ചെയ്തു. ഹലോ. ഡോണ്ടിയും അവളുടെ നേർക്ക് കൈ ഉയർത്തി. ഇവരുണ്ടെന്ന് എന്നോട് അങ്കിൾ പറഞ്ഞില്ലല്ലോ, ഇത് സർപ്രൈസ് ആണല്ലോ. നയോമി അഷ്ടമൂർത്തിയെ നോക്കി. നയോമിയുടെ വീട് കാണണമെന്ന് ഇവർക്ക് ആഗ്രഹം, വക്കീൽ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ കയറിയില്ലല്ലോ. ലൊക്കേഷൻ മനസ്സിലാക്കിയ പിന്നെ എപ്പോൾ വേണമെങ്കിലും വരാവുന്നതല്ലേ ഉള്ളൂ, ഡോണ്ടി പറഞ്ഞു. ശല്യക്കാരായിട്ട് മാറൂ അങ്കിളെ, നയോമി തമാശ മട്ടിൽ ചോദിച്ചു. അഷ്ടമൂർത്തി കാർ ഓടിച്ചുകൊണ്ടിരുന്നു. എവിടേക്കാണ് നമ്മൾ? നയോമി തിരക്കി. ഒന്നിച്ചിരുന്ന് സംസാരിക്കണം, അതിന് പറ്റിയ ഏതെങ്കിലും സ്ഥലം. ലുലു മാളിലേക്ക് പോയാലോ? അത് വേണ്ട, നയോമി സെലിബ്രിറ്റി അല്ലേ, ആളുകൾ ശ്രദ്ധിക്കും. സിറ്റി ക്ലബിലാണെങ്കിൽ ഒരു ശല്യവും ഇല്ല. നിങ്ങൾ 3 പുരുഷന്മാരെ കണ്ണുമടച്ച് വിശ്വസിക്കണം അല്ലേ? അതും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായ ഞാൻ. എല്ലാവരും പരിചയമുള്ളവരല്ലേ? അഷ്ടമൂർത്തി ചോദിച്ചു. അങ്കിളിന് മാത്രം, മറ്റു 2 പേരും എനിക്ക് അപരിചിതരാണല്ലോ. കൂസലില്ലാതെ നയോമി പറയുന്നത് കേട്ട് ഡോണും ജിൻസണും പരസ്പരം നോക്കി. അപ്പോൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതോ? ഡോൺ ചോദിച്ചു. ഒരു തവണ ക്രോസ് ചെയ്യുമ്പോൾ ഹലോ എന്നൊരു വാക്ക് പറയുന്നതാണോ പരിചയം? ഞാനൊരു പോലീസുകാരനാണ് നയോമി, ക്രൈം ബ്രാഞ്ച്, ഡോൺ പറഞ്ഞു. പോലീസുകാരിലുമുണ്ടല്ലോ ക്രിമിനൽസ്. രക്ഷയില്ല, തോറ്റു, ഡോൺ തർക്കം നിർത്തി. പാലാരിവട്ടത്ത് നിന്ന് തമ്മനത്തേക്ക് തിരിഞ്ഞു പോകുന്ന റോഡിലായിരുന്നു സിറ്റി ക്ലബ്ബ്. ശാന്തമായ സ്ഥലം, മതിൽക്കെട്ടിനോട് ചേർന്ന മരങ്ങൾ, ടെന്നീസ് കോർട്ട്, ഇൻഡോർ ഷട്ടിൽ കോർട്ട്, ബാർ, റെസ്റ്റോറൻറ്റ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അഷ്ടമൂർത്തി പറഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങി അവർ അല്പം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇരുനില കെട്ടിടത്തിന് നേർക്ക് നടന്നു. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി ചാവി വാങ്ങിക്കൊണ്ടുവരാം. അഷ്ടമൂർത്തി അവരെ അനേകം ഉരുളൻ തൂണുകളുള്ള നീളൻ വരാന്തയിൽ നിർത്തിയിട്ട് റിസപ്ഷനിലേക്ക് പോയി. നിങ്ങൾ 2 പേരും വലിയ കൂട്ടുകാരാണോ? നയോമി ഡോണിനെയും ജിൻസനെയും മാറി മാറി നോക്കി. നമ്മൾ ആദ്യം കൂട്ടുകാരല്ലായിരുന്നു അല്ലേ, ഡോൺ പറഞ്ഞു. സിതാരയെ പ്രേമിക്കാൻ വേണ്ടി ഞാൻ ഇവനോട് യുദ്ധം ചെയ്തു. ഇവൻ്റെ പെങ്ങളാണെന്ന് ഞാൻ ആദ്യം കരുതിയത്. പിന്നീടാ മനസ്സിലായത് ഇവൻ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴമാണെന്ന്. അപ്പോൾ ശത്രുത ഒന്നുകൂടെ കൂടി. ഒടുവിൽ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. കഷ്ടം, സാരമില്ല, 2 പേർക്കും കിട്ടാതെ പോയില്ലേ കസ്തൂരി മാമ്പഴം, നയോമി ചെറുനനെ ചിരിച്ചു. ഇവൻ പറയുന്നത് സിതാര മരിച്ചിട്ടില്ലെന്നാ, ഡോൺ നിഷ്കളങ്കനെ പോലെ പറഞ്ഞു. അങ്ങനെ വെറുതെ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? പോലീസ് മരണം സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടവും ചെയ്ത് DNA ടെസ്റ്റ് നടത്തി തീർച്ചപ്പെടുത്തിയ കേസല്ലേ, നയോമി പറഞ്ഞു. അത്രയൊക്കെ ചെയ്തുവെന്ന് നയോമിക്ക് എങ്ങനെ അറിയാം? അങ്കിൾ എന്നോട് പറഞ്ഞതാ. അത് സത്യമാണെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. എന്നാൽ അതല്ല സത്യം, ജിൻസൺ പറഞ്ഞു. പിന്നെന്താണ്? അതെനിക്കറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ. സിതാര ജീവിച്ചിരിപ്പുണ്ടെന്ന് എൻ്റെ 6th സെൻസ് പറയുന്നു, ജിൻസൺ വെളിപ്പെടുത്തി. അപ്പോഴേക്കും അഷ്ടമൂർത്തി സ്യൂട്ട് റൂമിൻ്റെ താക്കോൽ വാങ്ങിയെത്തി. റിസപ്ഷനിൽ ഇരിക്കുന്ന പെണ്ണിന് ഒരു സംശയം, നയോമി സിനിമാ നടിയാണോന്ന്. അതേ എന്ന് ഞാൻ പറഞ്ഞു. അവളോട് കൊഞ്ചാൻ നിന്നതാണോ താക്കോൽ കിട്ടാൻ ഇത്ര താമസിച്ചത്, ഡോൺ ചോദിച്ചു. ഡാ മോനെ, എനിക്കാ പ്രായമൊക്കെ കഴിഞ്ഞു, താക്കീതിൻ്റെ സ്വരത്തിൽ അഷ്ടമൂർത്തി പറഞ്ഞു. ചുമ്മാ പോ അങ്കിളെ, ഈ പ്രായത്തിലല്ലേ ശൃംഗാരം കൂടുതൽ. നീ ക്രൈം ബ്രാഞ്ചാണോ അതോ ലവ് ബ്രാഞ്ചാണോ? അഷ്ടമൂർത്തി താക്കോലിട്ട് വാതിൽ തുറന്നു. രാജകീയമായി സ്യൂട്ട് റൂം, ചെറിയ ഒരു ഇരിപ്പുമുറിയും അതിനോട് ചേർന്ന് ഭക്ഷണം കഴിക്കാനുള്ള റൗണ്ട് ഡൈനിങ് ടേബിളും. ബെഡ്റൂം വിശാലം, സോഫയും സെറ്റിയും കസേരകളും ബെഡ്റൂമിലുമുണ്ട്. അപ്പോൾ നയോമി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അഷ്ടമൂർത്തി പറഞ്ഞു. ഇവർ ഒരു പ്ലാനും കൊണ്ടാ വന്നിരിക്കുന്നേ. അതെന്താണെന്ന് വെച്ചാൽ നയോമിയെ തട്ടിക്കൊണ്ടു പോയത് ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. എൻ്റെ കാര്യത്തിൽ ഇനി എന്തിനാ ഉത്കണ്ഠ, ഞാനിവിടെ ജീവനോടെ ഉണ്ടല്ലോ, നയോമി പറഞ്ഞു. അതല്ല നയോമി, ഇവർ പറയുന്നതിലും കാര്യമുണ്ട്. നയോമിക്ക് എന്തായാലും സംഭവിച്ചതൊന്നും ഓർമ്മയില്ല.
നയോമിയുടെ ശത്രുക്കളെ കണ്ടുപിടിച്ചാൽ ഒരു പക്ഷേ അവർ തന്നെയായിരിക്കും സിതാരയെയും വകവരുത്തിയിട്ടുണ്ടാവുക. ഒരിക്കലുമില്ലങ്ങളെ, ഞാനും സിതാരയും തമ്മിൽ എന്തു ബന്ധം? ഒന്നുമില്ല, നയോമി അല്പം നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞു. അങ്കിളിനറിയാമായിരുന്നോ ഞാനും സിതാരയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്? ഇവർക്കറിയാമായിരുന്നോ? അനിലേട്ടനും കുടുംബത്തിനും അറിയാമായിരുന്നോ? എനിക്ക് പോലും അറിയാതിരുന്ന കാര്യമല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മളൊക്കെ എപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. അതുപോലെ നമ്മൾ അറിയുന്നതിനും തൊട്ടു മുമ്പേ, ഏകദേശം ഒരു 3 മാസം മുമ്പേ അറിഞ്ഞ ആരെങ്കിലും ഉണ്ടെന്ന് സങ്കല്പിക്കാമല്ലോ. സങ്കല്പിക്കാം അങ്കിളെ, ജിൻസൺ പറഞ്ഞു. നമ്മൾ ആ സങ്കല്പത്തിൻ്റെ പിന്നാലെ കുറച്ചു ദൂരം പോയി നോക്കുക. സിതാരയെ വകവരുത്തിയത് ആരെന്നറിയാൻ എന്നെ തട്ടിക്കൊണ്ടു പോയവരുടെ പിന്നാലെ പോവുക എന്ന് വെച്ചാൽ ശുദ്ധ അസംബന്ധമെന്നല്ലാതെ എന്തു പറയാനാ? രണ്ടും രണ്ട് കേസ് അങ്കിളെ. ആയിക്കോട്ടെ, പക്ഷേ രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിലോ? നയോമിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് കാണാൻ പറ്റാത്തതാ. ഞങ്ങൾ നോക്കുമ്പോൾ പോലും ചില കാണാചരടുകളുണ്ട്. നയോമിക്ക് തട്ടിക്കൊണ്ടു പോകപ്പെട്ടതിന് മുമ്പുള്ള ഒന്നും ഓർമ്മയില്ലല്ലോ. ആ ഓർമ്മക്കേടിനുള്ളിൽ സത്യം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന ഞങ്ങളുടെ ബലമായ വിശ്വാസം. നയോമി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പക്ഷേ തർക്കിക്കാൻ പഴുതൊന്നും അവൾക്ക് കിട്ടിയില്ല. പിന്നെ വേറൊന്ന്, സിതാരയുടെ കൊലപാതകവും നയോമിയുടെ തട്ടിക്കൊണ്ടു പോകലും തമ്മിൽ ബന്ധമൊന്നും ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ. നയോമിയോട് ആ കൊടും ക്രൂരത ചെയ്തവർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. അതൊരു വലിയ കാര്യമല്ലേ? പോലീസ് പഠിച്ച 18 പയറ്റിയിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നാണോ നിങ്ങൾ 3 പേർ? പോലീസിന് കഴിയാതിരുന്നത് എന്തുകൊണ്ടാ? നയോമിയുടെ സഹകരണം ഉണ്ടായില്ല. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. നയോമി പൂർണ്ണമായിട്ടും സഹകരിക്കും. എല്ലാം ഒന്ന് കെട്ടടങ്ങിയതാ. ഇനി അത് മാന്തി പൊളിച്ച് വ്രണമാക്കണോ? എന്നെ തട്ടിക്കൊണ്ടു പോയവർ തീർച്ചയായിട്ടും 16 ദിവസത്തോളം പോയിട്ട് പൂജിക്കുകയൊന്നും ആയിരിക്കില്ലല്ലോ ചെയ്തത്. അപ്പോൾ ആർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. വെറും ഊഹം മാത്രമേ ഉള്ളൂ. എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പും അറപ്പുമില്ലാതെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതില്ലാതാക്കണോ? നിനക്ക് എന്ത് സംഭവിച്ചിരുന്നാലും ആ ഓർമ്മ ഇനി തിരിച്ചു കിട്ടാൻ പോണില്ല. ഒരു മനുഷ്യൻ്റെ അപമാനവും അഭിമാനവും ആത്മവിശ്വാസവും നിലനിർത്തുന്നത് അവൻ്റെ ഓർമ്മയിൽ കൂടിയാണ്. ഓർമ്മയില്ലാത്ത നിനക്കെന്തിനു കുറ്റബോധം? അല്ലെങ്കിൽ തന്നെ 200ഓളം പേര് നിന്നെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നീ തന്നെ ഗൗതമനോട് ഒരിക്കൽ പറഞ്ഞില്ലേ? നിന്റെ കഴിഞ്ഞ കാലത്ത് നീ പലരോടൊപ്പം കിടക്ക പങ്കിട്ടിട്ടുണ്ടെന്ന് അവർ തന്നെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? നിന്നെ പല ഹോട്ടൽ മുറികളിലും റിസോർട്ടുകളിലും കൊണ്ടുപോയി പലർക്കും കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് നിന്റെ മുത്തശ്ശിയും അങ്കിളും സമ്മതിച്ചതല്ലേ? അപ്പോഴൊന്നും നശിച്ചു പോകാത്ത ആത്മാഭിമാനവും കോൺഫിഡൻസും ഇനി എങ്ങനെ നഷ്ടപ്പെടുമെന്നാ നീ പറയുന്നേ? അഷ്ടമൂർത്തിയുടെ ആ വാദത്തിനു മുന്നിൽ നയോമിയുടെ എതിർപ്പിൻ്റെ മുനമടങ്ങി. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം, വേറൊന്നും വേണ്ട. നീയുമായി അടുപ്പമുണ്ടായിരുന്നവർ ആരൊക്കെ? നിന്നിൽ അമിതമായി സ്വാധീനം ചെലുത്തിയിരുന്നവർ ആരൊക്കെ? ആരുടെയൊക്കെ പണം കടം വീട്ടി? നിന്നെ കല്യാണം കഴിക്കാമെന്ന് ആരെങ്കിലും വാഗ്ദാനം ചെയ്തിരുന്നോ? ഇതൊക്കെ ഞങ്ങൾക്കറിയണം. നോ, എന്തായി പറയുന്നത്? എനിക്ക് ഓർമ്മയില്ലല്ലോ. നിനക്കില്ലെങ്കിൽ നിന്റെ മുത്തശ്ശിക്ക് ഓർമ്മയുണ്ട്, ഉദയഭാനുവിന് ഓർമ്മയുണ്ട്. അവരെ കൊണ്ട് പറയിക്കണം. അതിന് നീ മുൻകൈ എടുക്കണം. അതുകൊണ്ടാ പറഞ്ഞത്, ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ 100% ആത്മാർത്ഥതയുമാണെന്ന്. പറ്റിക്കരുത്. ജിൻസണും ഡോണും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാൻ സഹകരിക്കാം. നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം. നിനക്ക് അടുപ്പമുണ്ടായിരുന്നവരുടെ അടുത്ത് വീണ്ടും പോകേണ്ടി വരും. ചിലപ്പോൾ പഴയ നയോമിയായി നടിക്കേണ്ടി വരും. നിനക്ക് മാനം കളയേണ്ടി വരില്ല. ഞങ്ങളുണ്ടാവും നിന്റെ തൊട്ടു പിന്നിൽ. സമ്മതിച്ചോ? നയോമി ദീർഘശ്വാസം എടുത്തു. മെല്ലെ തലകുലുക്കി. സമ്മതിച്ചു. ആദ്യം ചെയ്യേണ്ടത് ഡയറക്ടർ മഹേന്ദ്രനുമായിട്ടുള്ള കേസ് ഒത്തുതീർപ്പാവുക എന്നുള്ളതാ. അവിടുന്ന് വേണം നമുക്ക് തുടങ്ങാൻ. ആലോചിക്കാൻ നയോമി 4-5 നിമിഷമെടുത്തു. ഒടുവിൽ അതും സമ്മതിച്ചു. മഹേന്ദ്രനുമായി രഞ്ജിപ്പിലാകാനുള്ള ഫോർമുലയും അഷ്ടമൂർത്തി തന്നെയാണ് നയോമിക്ക് ഉപദേശിച്ചു കൊടുത്തത്.
വിജയാനന്ദനെ വിളിച്ച് മീഡിയേറ്റർ ആക്കുക. അയാളും മഹീന്ദ്രനും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടല്ലോ. ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞ പോലെ രണ്ട് കാര്യവും ഒന്നിച്ച് നടത്താം. എന്താ രണ്ട് കാര്യം? നയോമി ചോദിച്ചു. ഒന്ന്, വിജയാനന്ദ് മഹീന്ദ്രനു വേണ്ടി ഒരു ഉദവി ചെയ്യുന്ന മാതിരി തോന്നിപ്പിക്കാൻ സാധിക്കും. എന്താ അങ്കിളെ ഉദവിന്നൊക്കെ ചൊല്ലണത്? നയോമി കളിയാക്കി. ഒരു പരോപകാരം, അതായത് ജയിലിൽ കിടക്കുന്ന മഹീന്ദ്രനെ മോചിപ്പിക്കാൻ വേണ്ടി നല്ലവനായ വിജയാനന്ദ് മുൻകൈയെടുത്ത് മഹീന്ദ്രനുമായി സംസാരിക്കുന്നു. വിജയാനന്ദിന് നയോമിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നയോമിയെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, നയോമിയെ മഹീന്ദ്രൻ്റെ സിനിമയുടെ ബാക്കി ഭാഗം അഭിനയിപ്പിക്കുകയും ചെയ്യും. പകരം ഒന്നേ വിജയാനന്ദ് ആവശ്യപ്പെടുകയുള്ളൂ. മെഗാ സീരിയലിൻ്റെ മ്യൂസിക് ചെയ്യാമെന്നേറ്റ് അഡ്വാൻസ് വാങ്ങി കീശയിലിട്ട ശേഷം സൂത്രത്തിൽ പിന്മാറിയ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് തന്നെ സീരിയലിൻ്റെ ബാക്കി ചെയ്യാൻ സമ്മതിപ്പിക്കണം. വിജയാനന്ദിൻ്റെ ഒത്തുതീർപ്പ് ശ്രമം ജെനുവിനാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയ അങ്ങനെയൊരു ഡിമാൻഡ്. അത് വിജയാനന്ദ് സാറിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാ. നയോമി സമ്മതിച്ചു. എന്നാൽ അതാദ്യം നടക്കട്ടെ. നയോമി വിജയാനന്ദിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കേ. ചർച്ച ഫലപ്രദമാണെങ്കിൽ മഹീന്ദ്രൻ്റെ ആളുകൾ നയോമിയോട് സന്ധ്യസംഭാഷണത്തിന് വരും. അപ്പോൾ അകന്നു നിൽക്കരുത് നയോമി. അവരോട് ചേരാൻ ആഗ്രഹിക്കുന്നതായി ഭാവിക്കണം. ബാക്കി ക്ലൂ ഒക്കെ അവർ തന്നോളും. ആ അവസരം അവർ മിസ്യൂസ് ചെയ്യുമോന്നാ എൻ്റെ ഭയം, നയോമി പറഞ്ഞു. ഞങ്ങളുണ്ട് നയോമിയുടെ കൂടെ. നയോമിയുടെ പ്രൊട്ടക്ഷൻ ഞങ്ങൾ ഏറ്റെടുക്കുക. ഡോൺ ഡി ഉറപ്പു നൽകി. അങ്ങനെ ഒരു ധാരണയിലെത്തി നയോമി. തൻ്റെ പഴയ ചങ്ങാതിമാരിൽ നിന്ന് എന്തൊക്കെയോ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടതെന്ന് ജിൻസണും അഷ്ടമൂർത്തിയും കൂടി ഒരു പട്ടിക തയ്യാറാക്കി. അത് നയോമിയെ ബോധ്യപ്പെടുത്തി. നയോമി അവിടെ വെച്ച് തന്നെ വിജയാനന്ദനെ ഫോണിൽ വിളിച്ച് താൻ മഹീന്ദ്രനുമായി കേസ് രാജിയാകാൻ സന്നദ്ധയാണെന്ന് അറിയിച്ചു. അതിന് ചില ഉപാധികളും മുന്നോട്ട് വെച്ചു. ഒന്ന്, വൈരാഗ്യ ബുദ്ധിയോടുകൂടി എന്നോട് പെരുമാറാതിരിക്കുക. 2, സിനിമയിലെ ബാക്കി ഭാഗങ്ങൾ അഭിനയിക്കാൻ എത്തുമ്പോൾ ഒരു ഹീറോയിന് കൊടുക്കുന്ന പരിഗണനയും അർഹമായ സൗകര്യങ്ങളും നൽകുക. 3, വിജയാനന്ദിനോടുള്ള വ്യക്തിവിരോധം അവസാനിപ്പിച്ച് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിച്ച് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുക. 3ാമത്തെ ഉപാധി വേണ്ടെന്ന് വെക്കാൻ തയ്യാറാണെന്ന് വിജയാനന്ദ് വെളിപ്പെടുത്തി. അപ്പോൾ നയോമി കർശനമായി പറഞ്ഞു, സാറിനെ വല്ലാതെ ഉപദ്രവിച്ചവരാ അവര്. എന്നെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സാർ നിരപരാധിയാണെന്ന് ശരിക്കും അറിയാമായിരുന്നിട്ടും അവർ കേസ് അന്വേഷിച്ച പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാറിനെതിരായിട്ടാണ് മൊഴി കൊടുത്തത്. അതുകൊണ്ട് കൂടിയാണ് സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും ജാമ്യം പോലും കിട്ടാതെ സാറിന് ജയിലിൽ കിടക്കേണ്ടി വന്നതും. സാർ അതൊക്കെ മറന്നോ? മറന്നിട്ടില്ല നയോമി. ഒരു വഴക്ക് എങ്ങനെയെങ്കിലും തീർന്നു പോകട്ടെന്ന് കരുതിയ. സിനിമാക്കാർ തമ്മിലുള്ള വഴക്ക് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാ. ഞാനീ പറഞ്ഞ വ്യവസ്ഥകൾ സമ്മതമാണെങ്കിൽ മഹീന്ദ്രൻ സാറിനും മാർട്ടിനും ലാലപ്പനും എതിരായി കേസ് പിൻവലിക്കാമെന്ന് വിജയാനന്ദ് സാർ അവരോട് പറയും. നയോമി സംഭാഷണം അവസാനിപ്പിച്ചു. അനന്തരം നയോമി ഡോൺ ടി മാളിയക്കലിനോടും ജിൻസനോടും യാത്ര പറഞ്ഞു പിരിഞ്ഞു. അഷ്ടമൂർത്തി നയോമിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ രാമചന്ദ്രൻ നായർക്ക് കൂട്ടായി ഉദയഭാനു ഉണ്ടായിരുന്നു. കൃഷ്ണമ്മ മറ്റേതോ ബെഡിനരികെ പോയി അവിടെ ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന സ്ത്രീയുമായി സംസാരിക്കുകയാണ്. ചെന്നപ്പോൾ അടുത്ത ബെഡുകളിൽ ഉണ്ടായിരുന്നവർ താല്പര്യത്തോടെ ബെഡിനടുത്തേക്ക് വന്നു. തന്റെ 4 ബെഡുകൾ മാത്രമുള്ള സ്പെഷ്യൽ നടിയാണെന്ന് കൃഷ്ണമ്മ വിളംബരം ചെയ്തിട്ടുണ്ടെന്ന് നയോമിക്ക് മനസ്സിലായി. അവൾ രാമചന്ദ്രൻ നായർക്ക് അരികെ ചെന്ന് വിളിച്ചു. എങ്ങനെയുണ്ട് മുത്തച്ഛ? നയോമി അയാളുടെ ശുഷ്കിച്ച വിരലുകളിൽ തെരിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. വളരെയധികം പറയാൻ തിങ്ങി വിങ്ങിയിട്ട് ഒന്നും പറയാൻ കഴിയാതെ വൃദ്ധൻ്റെ ചുണ്ടും കവിളും വിറകൊണ്ടു. കൺകുഴികളിൽ ഓരോ വലിയ നീർപ്പോളകൾ തിങ്ങി. അയാൾ അവളുടെ വിരലിൽ മുറുകെ പിടിക്കുകയും അയക്കുകയും വീണ്ടും മുറുകെ പിടിക്കുകയും ചെയ്തു. ശബ്ദമില്ലാതെ അയാൾ എന്തോ പറഞ്ഞു. എന്താ മുത്തച്ഛ? നയോമി അയാളുടെ മുഖത്തേക്ക് ചെവി ചേർത്ത് പിടിച്ചു. ഞാനൊന്ന് മരിച്ചതാ. എന്നിട്ട് പിന്നെയും ഒരു ജന്മം കൂടെ. രോഗം വന്ന് വല്ലാതാവുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെയാ മുത്തച്ഛ. വേണ്ട ചികിത്സ തക്ക സമയത്ത് കിട്ടിയ രക്ഷപ്പെടും. ഇവിടെയും അത്രയുമേ സംഭവിച്ചിട്ടുള്ളൂ. എൻ്റെ മോളെ,
എൻ്റെ മോളെ, നീ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പിടി വെണ്ണീറ. വൃദ്ധൻ്റെ തൊണ്ടയിടറി. എൻ്റെ മിടുക്കല്ല, എന്നെ ഞാൻ അറിഞ്ഞും അറിയാതെയും സഹായിച്ചവർക്കും ഡോക്ടർക്കും ഒക്കെ അതിൽ പങ്കുണ്ട്. ഞാൻ പറയാതെ തന്നെ മുത്തച്ഛനെ ചികിത്സിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്നത് ദേ ഈ നിൽക്കുന്ന വക്കീൽ സാറാണ്. നയോമി അഷ്ടമൂർത്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. വൃദ്ധൻ നീർ നിറഞ്ഞ കണ്ണുകളിൽ അനിവോടെ നന്ദിയോടെ അഷ്ടമൂർത്തിയെ നോക്കി എന്തോ പറഞ്ഞു. അതിനും ശബ്ദമുണ്ടായില്ല. ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ? വീട്ടിൽ പോകണ്ടേ? നയോമി ചോദിച്ചു. വൃദ്ധൻ മെല്ലെ തലയാട്ടി. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഉദയഭാനു നയോമിയോട് പറഞ്ഞു. 4-5 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് പറയാമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്ന്. നമുക്ക് ധൃതിയൊന്നുമില്ല. മുത്തച്ഛന് തോന്നണം ഇവിടെ കിടന്നത് മതി, ഇനി വീട്ടിൽ പോകാമെന്ന്. വെറുതെ തോന്നിയാൽ പോരാ, അതിനുള്ള ബലം മനസ്സിനും ശരീരത്തിനും ഉണ്ടാവണം, നയോമി ഓർമ്മിപ്പിച്ചു. സൗദാമിനിയമ്മ ഇങ്ങോട്ട് വരുമോ? കൃഷ്ണമ്മ നയോമിയോട് ചോദിച്ചു. ഇന്ന് വരില്ല. ഉദയനെങ്കിൽ രാത്രി ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കട്ടെ. മുത്തശ്ശി എൻ്റെ കൂടെ തിരിച്ചു പോന്നോളൂ. ഇവിടെ നിന്നിട്ടും ഉപകാരമൊന്നുമില്ലല്ലോ. ഞാനിവിടെ എന്ത് ചെയ്യാനാ മോളെ? കൃഷ്ണമ്മ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ കൂടെ പോന്നോളാൻ. നയോമി കൃഷ്ണമ്മയും കൂട്ടി തിരികെ പോയി. അഷ്ടമൂർത്തി ഇടയ്ക്ക് ഒരു ബേക്കറിക്ക് മുമ്പിൽ കാർ നിർത്തി കുറച്ച് പലഹാരങ്ങളും പഴങ്ങളും വാങ്ങിച്ചു. അങ്കിൾ എന്തിനാ ഇതൊക്കെ വാങ്ങുന്നേ? നയോമി ചോദിച്ചു. നിനക്കൊരു മകളുണ്ടെന്ന കാര്യം പലപ്പോഴും നീ ഓർക്കുന്നില്ല. അവൾ കൊച്ചു കുട്ടിയാണെന്നുള്ളതും. ഇവളുടെ സ്വഭാവം പണ്ടേ എങ്ങനെയാ. ആ കൊച്ചിനോട് സ്നേഹം കുറവാ. അതുകൊണ്ട് അതിന് ഇവളോടുമില്ല സ്നേഹം. അച്ഛനെ മതി അവൾക്ക്. കൃഷ്ണമ്മയുടെ സ്വരത്തിൽ കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനി അല്പം കൂടുതലായിരുന്നു. നയോമി രാത്രി തിരിച്ചെത്തിയപ്പോൾ അനിൽ ബാബുവിനും സൗദാമിനിയമ്മയ്ക്കും ആശ്വാസമായി. അവളെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കുകയായിരുന്നു അവർ. ചില നേരങ്ങളിൽ നയോമിയെ അവർക്കും പിടികിട്ടുന്നില്ല. എടുത്തു കാണിക്കാൻ പറ്റുന്ന പിഴവുകളൊന്നും അവളുടെ ഭാഗത്ത് കാണാനില്ല. എന്നാൽ ചില പോരായ്മകളുണ്ട് താനും. പക്ഷേ അതിനെ നിഷ്പ്രഭമാക്കുന്ന ത്യാഗസന്നദ്ധതയും സ്നേഹമനോഭാവവും അവൾ കാണിക്കുന്നുണ്ട്. കാണാനൂലിലെ പട്ടം പോലെയാണ് അവൾ. ചരട് കാണാനില്ല, എന്നാൽ അദൃശ്യമായ ഒരു ചരട് വലിക്ക് അനുസൃതമായിട്ടാണ് അവൾ ചരിക്കുന്നത്. നാളെ മഹീന്ദ്രനോ അയാളുടെ സിൽബന്ധികളോ സംഘടനയുടെ ആളുകളോ നയോമിയുമായി സംസാരിക്കാനെത്തുമെന്ന് തീർച്ച. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. തിരിച്ചു പോകാൻ നേരം അഷ്ടമൂർത്തി അവളെ ഓർമ്മപ്പെടുത്തി. എനിക്കറിയാം അങ്കിളെ, ഞാൻ അങ്കിളിനെ വിളിച്ചോളാം, നയോമി പറഞ്ഞു. അഷ്ടമൂർത്തി തിരികെ പോയി. അയാൾ വാങ്ങിക്കൊടുത്ത പാക്കറ്റുകൾ നയോമി മിന്നുമോൾക്കും സൗദാമിനി അമ്മയ്ക്കും സുജിതയ്ക്കും കാട്ടിക്കൊടുത്തു. രാത്രി നയോമിക്കൊരു കോൾ വന്നു. അപരിചിതമായ കോൾ കണ്ടപ്പോൾ നയോമിക്ക് സംശയം തോന്നി. ഫോൺ എടുത്ത് ആരാണെന്ന് തിരക്കി. ഫാറ്റയിൽ നിന്നാണ്. ഞങ്ങൾ രാവിലെ നയോമിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്ന് പറയാതെ ഞങ്ങൾ ആരാണെന്ന് പറയൂ, നയോമി ചോദിച്ചു. ഞാൻ ഫാറ്റയുടെ ജനറൽ സെക്രട്ടറി ചന്ദ്രചൂഡൻ. സോറി സർ, കാര്യം പറഞ്ഞോളൂ. വിജയാനന്ദ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മഹീന്ദ്രനെതിരായ പരാതിയും കേസും പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അത് വെറുതെ അങ്ങ് സമ്മതിച്ചതല്ല. എനിക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട്. അതെല്ലാം അംഗീകരിക്കുമെങ്കിൽ മാത്രം. വിജയാനന്ദ് സർ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ? ഉവ്, പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ. അദ്ദേഹം ഫാറ്റയിൽ അംഗമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ നിങ്ങളെക്കാളൊക്കെ സ്വന്തം പ്രൊഫഷനോടും അതിൽ വർക്ക് ചെയ്യുന്നവരോടും കൂറുള്ള ആളാണ്. അത് ശത്രുക്കളായാൽ പോലും. ഞങ്ങൾ രാവിലെ അങ്ങോട്ട് വരട്ടെ, നമുക്ക് സംസാരിച്ചൊരു തീർപ്പിലെത്താം. ഞാൻ പറഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം. ഓക്കെ, നമുക്ക് നാളെ നേരിൽ കണ്ട് സംസാരിക്കാം. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി നയോമി, ഞങ്ങൾ ആരും ആരുടെയും ശത്രുക്കളല്ല. വെക്കട്ടെ, സി യു. അഷ്ടമൂർത്തിയുടെ ഐഡിയ വർക്ക് ചെയ്തു തുടങ്ങിയെന്ന് നയോമിക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ഒരു ടയോട്ട പ്രോഡോ കാറിൽ ഫാറ്റയുടെ ആളുകളെത്തി. കൂടെ മറ്റു 2 പേരും. നയോമിയെ കണ്ട് അയാൾ ഹസ്തദാനത്തിനായി കൈനീട്ടി. ഞാൻ ചന്ദ്രചൂഡൻ. നമസ്കാരം സർ. നയോമി കൈകൂപ്പി. പെട്ടെന്നുണ്ടായ ജാളി അകറ്റാൻ ചന്ദ്രചൂഡൻ നാടകീയമായി കൂടെയുള്ളവരെ പരിചയപ്പെടുത്താൻ ഭാവിച്ചു.
ഇത് മിസ്റ്റർ ജയപാൽ, ദന്തഗോപുരത്തിൻ്റെ കോ പ്രൊഡ്യൂസർ, നയോമി പൂരിപ്പിച്ചു. അടുത്തയാളെയും എനിക്കറിയാം, ഗൗതം ഘോഷ്, എൻ്റെ കാമുകൻ. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ഇരിക്കൂ 3 പേരും. അവർക്ക് അവൾ സോഫ കാട്ടിക്കൊടുത്തു. എവിടുന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്കറിയില്ല, ഇന്ദുചൂടൻ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം, ഞാൻ റെഡി. നയോമി അവർക്ക് അഭിമുഖമായി കസേരയിൽ ഇരുന്നു. നയോമിയുടെ വീട്ടിൽ വെച്ച് നടന്ന 1-ാം വട്ട ഒത്തുതീർപ്പ് ചർച്ച വിജയകരമായി അവസാനിച്ചു. നയോമിയുടെ ഡിമാൻഡുകളോട് അനുകൂലമായാണ് ചന്ദ്രചൂഡൻ പ്രതികരിച്ചത്. അടുത്ത വട്ടം ചർച്ച ഹോട്ടൽ സീ ബ്ലൂവിൽ വെച്ച് നടത്താമെന്ന ധാരണയിൽ പിരിഞ്ഞു. അതേപ്പറ്റി അനിൽ ബാബു നയോമിയോട് അല്പം നീരസത്തിലാണ് പ്രതികരിച്ചത്. കേസ് പിൻവലിക്കാം എന്ന് സമ്മതിച്ചല്ലോ, ഇനി എന്തിനാ ഹോട്ടലിൽ പോയി സംഭാഷണം? മഹീന്ദ്രൻ സാറിൻ്റെയും മാർട്ടിൻ്റെയും കാര്യത്തിൽ മാത്രമേ തീരുമാനമായുള്ളൂ, ലാലപ്പൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, നയോമി പറഞ്ഞു. അയാൾക്കെതിരെയുള്ള പരാതിയും പിൻവലിക്കാൻ തയ്യാറല്ലേ നീ? അല്ല, അയാൾ എന്നെ കയ്യേറ്റം ചെയ്തവനാണ്, അയാളെ വെറുതെ വിടാൻ വയ്യ. നീ തിരിച്ചും കയ്യേറ്റം ചെയ്തില്ലേ? അതൊരു പ്രതിഷേധം മാത്രമാ. ഒന്നുമല്ലെങ്കിൽ അവന് മതിയായ ശിക്ഷ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് മതിയായ രക്ഷ കിട്ടണം. എന്നുവെച്ചാൽ അനിൽ ബാബുവിന് മനസ്സിലായില്ല, എന്നെ അപമാനിച്ചതിന് നഷ്ടപരിഹാരം. അതിനു വേണ്ടിയാണോ 2-ാം വട്ട ചർച്ച? അതുമാത്രമല്ല, ഗൗതം ഘോഷിന് ഞാനുമായി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ബന്ധം എങ്ങനെയുള്ളതായിരുന്നെന്ന് അറിയണം. ഒരുപക്ഷെ അവരത് വെറുതെ പറയുന്നതായിരിക്കാം, പുറമേയുള്ള അടുപ്പം മാത്രമേ ഉണ്ടായിരിക്കൂ. പക്ഷേ അവർ ഒരിക്കൽ ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഞാൻ അയാളുടെ കൂടെ ഹോട്ടൽ മുറികളിലും ഹോം സ്റ്റേയിലും ഹോളിഡേ ഹോമുകളിലും. നയോമി, പ്ലീസ് പ്ലീസ് നിർത്ത്, എനിക്ക് കേൾക്കണ്ട. അനിൽ ബാബു അസഹ്യത പ്രകടിപ്പിച്ചു. സോറി, അനിലേട്ടന് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം, എന്നാൽ അതേപ്പറ്റി ഒരു ഓർമ്മയോ അറിവോ ഇല്ലാത്ത ഞാൻ അതെല്ലാം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുവല്ലേ. എൻ്റെ വിഷമം ആരും മനസ്സിലാക്കും? അവര് പറയുന്നതൊന്നും സത്യമല്ലെങ്കിലോ? എനിക്കത് തെളിയിക്കാനുള്ള അവകാശമില്ലേ? അത് നിന്റെ ഓർമ്മയിലില്ല നയോമി. ആ മനസ്സും ശരീരവും എല്ലാം പോയി. തിരിച്ചു വന്നപ്പോൾ ഒരു കുപ്പായം ഊരിക്കളയുന്ന പോലെ നീ ആ നയോമിയുടെ എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചല്ലോ. പിന്നെന്തിനാ അതേപ്പറ്റി കുറ്റബോധവും വേവലാതിയും? നീ മുമ്പ് എങ്ങനെയായിരുന്നോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിന്റെ നെഗറ്റീവ്സിനെല്ലാം കളഞ്ഞിട്ടാണ് നീ തിരിച്ചു വന്നത്. ഒരു മാലിന്യക്കെട്ട് വലിച്ചെറിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും മാലിന്യ കൂമ്പാരത്തിൽ പോയിരുന്ന് എന്തൊക്കെയാണ് കളഞ്ഞതെന്ന് ചികഞ്ഞു നോക്കാറുണ്ടോ? ഇതങ്ങനെയല്ല അനിലേട്ടാ. ചിലപ്പോൾ എന്നെ തട്ടിക്കൊണ്ടു പോയത് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയെങ്കിലോ? എന്നിട്ട് എന്ത് ചെയ്യാൻ? അവരെ പോലീസിന് കാട്ടിക്കൊടുക്കാം. പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും. ചോദ്യം ചെയ്യുമ്പോൾ അവർ നിന്നോട് ചെയ്ത ദ്രോഹമൊക്കെ വിളിച്ചു പറയും. അത് ന്യൂസ് പേപ്പറിലും TV ചാനലുകളിലും കൊട്ടിഘോഷിക്കും. നിന്നെ ആരൊക്കെ എവിടെയെല്ലാം വെച്ച് എന്തൊക്കെ ചെയ്തുവെന്ന് ലോകമറിയും. അതാണോ നിനക്ക് വേണ്ടത്? അവർ ശിക്ഷിക്കപ്പെടേണ്ട അനിലേട്ടാ. എന്താ തെളിവ്? നിനക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെ സംഭവിച്ചതെന്ന്? ഇല്ല. ദൃക്സാക്ഷികളുണ്ടോ? അതുമില്ല. പിന്നെന്ത് തെളിവ്? ഓർമ്മയുള്ളവർ സംഭവിച്ചതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ കോടതിയിൽ ചെന്ന് പറഞ്ഞിട്ടും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു. അപ്പോഴാ ഒന്നും ഓർമ്മയില്ലാത്ത നീ. എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞിരിക്കാമല്ലോ. ആരാ ഉപദ്രവിച്ചതെന്നും. ശത്രുവിനെ അറിഞ്ഞാലല്ലേ നമുക്ക് കരുതിയിരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ വീണ്ടും ആ തട്ടിക്കൊണ്ടു പോകൽ ആവർത്തിച്ചാലോ? നയോമി ചോദിച്ചു. ഇനി ആരും അതിന് ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല അനിലേട്ടാ. എന്നോടുള്ള വ്യക്തിവിരോധം മാത്രമായിരിക്കണമെന്നില്ല ആ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ. അഷ്ടമൂർത്തി അങ്കിൾ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ജയിൽ മരണവുമായി അതിന് ബന്ധമുണ്ടെന്നാ. എൻ്റെ ടിൻ സിസ്റ്റർ സിതാര കൊല്ലപ്പെട്ടതുമായിട്ടും ബന്ധമുണ്ടെന്നാ. അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴും സേഫ് അല്ലെന്നല്ലേ? എൻ്റെ അച്ഛനെയും സഹോദരിയെയും വകവരുത്തിയവർക്ക് എന്നെയും കൊല്ലണമെന്നുണ്ടെങ്കിലോ? നയോമി തർക്കിച്ചു. നീ വെറുതെ വേണ്ടാതിനം പറയണ്ട. നീ ഒരു മൾട്ടി മില്യണറുടെ മകളാണെന്ന് ആർക്കറിയാം? അഷ്ടമൂർത്തിക്ക് മാത്രമല്ലേ? അയാൾ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ നിനക്ക്? പിന്നെ രൂപസാമ്യം, സംഗതി സത്യമായിരിക്കാം. പക്ഷേ ആർക്കറിയാം? ആർക്കും അറിയില്ല. അത് നമ്മുടെ സങ്കല്പമല്ലേ. നമുക്കറിയാത്ത ആളായിരുന്നു അഷ്ടമൂർത്തി അങ്കിൾ.
അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? അതുപോലെ ഈ രഹസ്യം അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതല്ലേ സത്യം. ഒരു പക്ഷേ ആ രഹസ്യം അറിയുന്ന ആരെങ്കിലും ആയിരിക്കും എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവരെന്നെ വിട്ടയച്ചതാണോ? എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയതാണോ? ഞാൻ സ്വയം രക്ഷപ്പെട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല. വീണ്ടും അവരെന്നെ തേടി വന്നേക്കാം, നയൂമി വിശദീകരിച്ചു. അങ്ങനെ വരാനാണെങ്കിൽ ഇതിനകം വരുമായിരുന്നു, അനിൽ ബാബു പറഞ്ഞു. എന്നെ തട്ടിക്കൊണ്ടുപോയ കേസൊന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ച് അവർ ചിലപ്പോൾ കാത്തിരിക്കുകയാണെങ്കിലോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പണ്ടും നീ എൻ്റെ വാക്ക് കേൾക്കാറില്ല. അതെനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ അനിലേട്ടൻ പറയുന്നതിൽ യുക്തിയില്ല. എനിക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട്, അത് ചെയ്തേ പറ്റൂ. നയൂമി സംഭാഷണം അവസാനിപ്പിച്ചു. തിരിച്ച് ഊണുമുറിയിലേക്ക് നയൂമി വന്നപ്പോൾ സൗദാമിനിയമ്മ ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കൃഷ്ണമ്മ ചേച്ചിയെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ. ധൃതിയില്ലമ്മേ, ഉച്ചയ്ക്ക് മുമ്പ് ചെന്നാൽ മതി. മോളെ, നീ അവനെ ഇനിയും വിഷമിപ്പിക്കല്ലേ. അവൻ എന്താ പറയുന്നതെന്ന് വെച്ചാ അങ്ങനെ ചെയ്താൽ പോരെ. അനിലേട്ടൻ കിടപ്പിലല്ലേ അമ്മേ? അപ്പോൾ പല കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്ത് ചെയ്തേ പറ്റൂ. ഈ ഒരു വിഷയത്തിൽ അനിലേട്ടൻ്റെ നിലപാടല്ല ശരി. നയൂമി വഴങ്ങില്ലെന്ന് സൗദാമിനിയമ്മയ്ക്ക് മനസ്സിലായി. അവന് പേടിയാ, അതുകൊണ്ടാണ് നിന്നെ വിലക്കുന്നേ. ഞാനല്ലേ പേടിക്കേണ്ടയാൾ? എന്നിട്ടും ഞാൻ ഇത്രയും ധൈര്യം കാട്ടുന്നില്ലേ? നീ തനിച്ചാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ അവൻ ആദി. ഞാൻ തനിച്ചല്ലല്ലോ. അഷ്ടമൂർത്തി അങ്കിളുണ്ട്, വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഇനി ചിലരെ കൂടെ ചേർക്കാനും ഉണ്ട്. ആ, നിന്റെ യുക്തം പോലെ ചെയ്യ്. ഉച്ചയ്ക്ക് സൗദാമിനിയമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങി. മോളെ കൂടെ കൊണ്ടുപോയിക്കോ അമ്മേ. അല്ലെങ്കിൽ ഞാൻ പോയി കഴിയുമ്പോൾ അവളെ നോക്കാൻ ആരാ? സുജിതയുണ്ടല്ലോ. അനിലേട്ടൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ? അങ്ങനെ സൗദാമിനിയമ്മ മിന്നുമോളെയും ഒപ്പം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഉച്ച തിരിഞ്ഞപ്പോൾ നയൂമി വിളിച്ചതനുസരിച്ച് അഷ്ടമൂർത്തി കാറുമായി വന്നു. നയൂമി അയാളോടൊപ്പം കാറിൽ കയറി അഷ്ടമൂർത്തിയുടെ താമസ സ്ഥലത്തെത്തി. അവിടെ ജിൻസണും ഡോൺ ടി മാളിയക്കലും കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു പ്ലാൻ രൂപീകരിച്ച ശേഷം അഷ്ടമൂർത്തി നയൂമിയെയും കൂട്ടി ഹോട്ടൽ സീ ബ്ലൂവിലേക്ക് തിരിച്ചു. ജിൻസണും ഡോണും ബൈക്കിൽ കുറച്ചകലെയായി അവരെ പിന്തുടർന്നു ചെന്നു. കാർ ഹോട്ടൽ സീ ബ്ലൂവിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ ബൈക്ക് റോഡിലൂടെ തന്നെ കുറേ മുന്നോട്ട് പോയി. നയൂമി കാറിൽ നിന്നിറങ്ങും മുമ്പ് അഷ്ടമൂർത്തി ഒരു മൊബൈൽ ഫോൺ അവളെ ഏൽപ്പിച്ചു. ഇത് നിന്റെ കയ്യിൽ വെച്ചു. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അത് സാരമില്ല, ഇതോ ഇരുന്നോട്ടെ. ഇതിലിപ്പോൾ ഒരു വോയിസ് റെക്കോർഡർ വർക്ക് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഹൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഇത് നിന്റെ ഫോൺ ആണെന്ന് അവർ വിചാരിച്ചോളും. സംശയം തോന്നൂ? ഇല്ലെന്ന്. ഡിസ്പ്ലേയിൽ ആപ്പിൻ്റെ ഐക്കണോ ഫോൾഡറോ ഒന്നും കാണാൻ വയ്യ. നയോമി ആ ഫോൺ വാങ്ങി. ഗൗതം ഘോഷ് നിന്റെ കാമുകനായിരുന്നു. ആ നിലയ്ക്ക് ഒന്നടുത്ത് പെരുമാറിക്കോ എന്ന് വെച്ച് അതിന് വിടണ്ട. നിന്നെ വീണ്ടും കാമുകിയായി കിട്ടുമെന്ന് അവന് തോന്നണം, അഷ്ടമൂർത്തി നിർദ്ദേശിച്ചു. അതുകൊണ്ട് എന്താ ഗുണം? എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടും. നമുക്കൊരു ക്ലൂ കിട്ടിയാൽ അത് പിടിച്ച് മുന്നോട്ട് പോകാം. നോക്കട്ടെ. നയോമി കാറിൽ നിന്നിറങ്ങി റോഡിലേക്ക് കയറിപ്പോയി. അഷ്ടമൂർത്തി കാറിൽ തന്നെ ഇരുന്നു. റിസപ്ഷനിൽ മാസിക മറിച്ച് നോക്കുന്ന നാട്യത്തിൽ ചന്ദ്രചൂഡൻ ഇരിപ്പുണ്ടായിരുന്നു. കൂടെ നയോമിക്ക് പരിചയമില്ലാത്ത ഒരാളുമുണ്ട്. ചന്ദ്രചൂഡൻ ആളെ പരിചയപ്പെടുത്തി. ശ്യാം സുന്ദർ. ഹേ, നൈസ് ടു മീറ്റ് യു. ശ്യാം സുന്ദർ നയോമിയോട് കൈകൂപ്പി. നയോമി തിരിച്ചു. ഞാൻ റൂമിലേക്ക് പോകാം. നയോമി ആരുടെ കൂടെയാ വന്നത്? ഒറ്റയ്ക്കല്ലല്ലോ. എൻ്റെ അങ്കിളിൻ്റെ കൂടെ. അങ്കിളിനെ വിളിക്കണ്ടല്ലോ. വേണ്ട, അങ്കിളിനറിയാം ഞാൻ എവിടെയാണെന്നും എന്തിനു വന്നെന്നും ആരുടെ കൂടെയാണെന്നും. അവർ ലിഫ്റ്റിൽ കയറി 5-ാം നിലയിലേക്ക് പോയി. അവിടെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഒരു കോറിഡോറിലൂടെ കുറേ നടന്നു. വലത്തേക്ക് തിരിഞ്ഞ് മറ്റൊരു കോറിഡോറിലൂടെ നീങ്ങി. ഒരു വാതിലിന് മുമ്പിൽ ഏതാനും ജോഡി ഷൂസും ചപ്പൽസും കിടപ്പുണ്ടായിരുന്നു. ഡോർബെൽ അടിച്ച് ചന്ദ്രചൂഡൻ അത് തുറപ്പിച്ചു. ഗൗതമാണ് മുറി തുറന്നത്. അയാൾ അവളെ നോക്കി ചിരിച്ചു. ഇതെൻ്റെ സ്യൂട്ട് റൂമാണ്. നീ ഇവിടെ പലതവണ വന്നിട്ടുണ്ട്, അയാൾ പറഞ്ഞു. ഞാൻ അതെല്ലാം മറന്നു, നയോമി പറഞ്ഞു. മുറിയിൽ വേറെ 3 പേരുണ്ടായിരുന്നു. ഗൗതം അവരെ എല്ലാം പരിചയപ്പെടുത്തിയെങ്കിലും അടുത്ത മിനിറ്റിൽ തന്നെ അവൾ അവരുടെ പേരുകൾ മറന്നുപോയി.
നയോമിക്ക് ഇരിക്കാൻ ചന്ദ്രചൂഡൻ കസേര ചൂണ്ടിക്കാട്ടി. നയോമി ഇരുന്നു. അഷ്ടമൂർത്തി കൊടുത്ത ഫോൺ മടിയിൽ വെച്ചു. ഞങ്ങൾ സബ് ജയിലിൽ പോയി മഹീന്ദ്രനും മാർട്ടിനുമായി സംസാരിച്ചു. കേസ് പിൻവലിക്കാൻ നയോമി തയ്യാറായതോടെ 90% പ്രശ്നങ്ങളും തീർന്നു. ലാലപ്പനെ രക്ഷിക്കാൻ 10 ലക്ഷം ചോദിച്ചത് കൂടിപ്പോയി. അതിൽ മാത്രമേ ഒരു വിയോജിപ്പുണ്ടായിരുന്നുള്ളൂ. ചന്ദ്രചൂഡൻ പറഞ്ഞു. അയാൾക്കതിനുള്ള ആസ്തിയൊന്നും ഇല്ല. അയാൾക്കില്ലെന്ന് എനിക്കറിയാം. അയാൾ അത്രയ്ക്ക് ആസ്തിയുള്ളവനാണെങ്കിൽ കൊട്ടേഷൻ ജോലിക്ക് ഇറങ്ങിത്തിരിക്കില്ലല്ലോ. പക്ഷേ അയാൾക്ക് കൊട്ടേഷൻ നൽകിയവർക്ക് ആസ്തിയുണ്ട്. ഞാനതാണ് ഉദ്ദേശിച്ചത്, നയോമി വ്യക്തമാക്കി. അല്പം നീണ്ടുപോയ വാഗ്വാദത്തിനൊടുവിൽ നയോമി ആവശ്യപ്പെട്ട തുകയ്ക്ക് തന്നെ വ്യവസ്ഥകൾ ഉറപ്പിച്ചു. കേസ് പിൻവലിക്കാമെന്ന് നയോമി വാക്കുകൊടുത്തു. അവിടെ വെച്ച് ഗൗതം 5 ലക്ഷത്തിൻ്റെ വീതം 2 ചെക്കുകൾ ഒപ്പിട്ട് നയോമിക്ക് നൽകി. എല്ലാ കാര്യത്തിലും ധാരണയായതോടെ ചന്ദ്രചൂഡനും മറ്റ് ഫാറ്റ പ്രവർത്തകരും ബൈ പറഞ്ഞു പിരിഞ്ഞു. നയോമിയോട് സ്വകാര്യമായി സംസാരിക്കാനുണ്ടെന്ന് ഗൗതം പറഞ്ഞതിൽ അല്പം ദുസൂചനയുണ്ടെന്ന് തോന്നിയെങ്കിലും നയോമി അത് സമ്മതിച്ച് മുറിയിൽ തന്നെ ഇരുന്നു. മറ്റുള്ളവരെ ലിഫ്റ്റിൽ കയറ്റി യാത്രയാക്കിയിട്ട് ഗൗതം തിരിച്ചു വന്നു. എന്നോടുള്ള വിരോധം മാറിയോ? ഗൗതം അവൾക്കെതിരെ കസേരയിൽ ഇരുന്നിട്ട് ചോദിച്ചു. എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ എപ്പോഴെങ്കിലും റഫായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഓർമ്മക്കുറവ് കൊണ്ട് തന്നെയാണ്. നയോമി, നമ്മളിങ്ങനെ അകന്ന് ജീവിക്കേണ്ടവരല്ല. നീ എനിക്ക് ജീവനായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ഉപേക്ഷിച്ചു എന്നറിയാമോ? എന്തൊക്കെ ഉപേക്ഷിച്ചു? നീ ഒന്നും ഓർക്കുന്നില്ല അല്ലേ? ഇല്ല. എൻ്റെ വൈഫിനെ, കുഞ്ഞിനെ, എൻ്റെ അമ്മയെ പോലും ഞാൻ തള്ളിപ്പറഞ്ഞു. അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നോ എന്നോട്? ഉണ്ടോന്നോ? ഞാൻ നിന്നെയും കൊണ്ട് എവിടെല്ലാം പോയി. മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, തായ്ലാൻഡിൽ, ദുബായിൽ. നീയാണ് പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് നമ്മൾ ഹണിമൂൺ ആഘോഷിക്കുകയാണെന്ന്. അതെല്ലാം നീ മറന്നു. നയോമി ബുദ്ധിയുടെ 1000 കണ്ണും കാതും തുറന്നു വെച്ച് ജാഗരൂകയായി. അടുത്ത ഭാഗം നാളെ.